അപ്പൊ ഇതിന്റെ ഇടയില് നമ്മുടെ ജോക്കൂട്ടൻ പല്ല് പറിച്ചു. പല്ല് പറിക്കാൻ എനിക്ക് ഹായ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇതേണ്ട വണ്ടിയിൽ നിന്നിട്ടാണ് ഫുഡൊക്കെ കൊടുക്കണേ. ജോക്കുട്ടൻ ഇവിടെ ഉണ്ട്. ആക്ച്വലി ഞങ്ങൾക്ക് ഇവിടെ 4 ദിവസത്തെ അവധിയാണ് നാഷണൽ ഡേയുടെ. അപ്പോ കാലത്ത് എങ്ങും പോണില്ലാന്ന് ഇങ്ങനെ ചിരിക്കാറുണ്ട്. അപ്പൊ ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ട് ഫുജേറയില്. അപ്പൊ അവൻ ഇങ്ങനെ വിളിച്ചായിരുന്നു. അപ്പൊ ശ്രീകുമാറിന് പറഞ്ഞിട്ടാ. അപ്പൊ അവര് ഈ പറഞ്ഞോണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പ്ലാൻ ഇട്ടാണ്. അന്ന് പകുതി വരെ പോയി വണ്ടി കംപ്ലൈന്റ് ആയതുകൊണ്ട് തിരിച്ചു വന്നു. ഇന്നപ്പോ ഞാൻ ഇങ്ങനെ പോണോ വേണ്ടോന്ന് ഇങ്ങനെ സംശയിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വേറെ ഫ്രണ്ട്സ് അവിടേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. എന്നാ പിന്നെ എല്ലാരും കൂടി അങ്ങോട്ട് പോവാന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോ 11 മണിക്ക് തീരുമാനിച്ചാണ്ട. ഇപ്പൊ ഏകദേശം 3 മണിയായി. ഇപ്പോഴും ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി ഷാബിയയിൽ വന്നേക്കാണ് ഫുഡ് കഴിച്ചു. അപ്പൊ കുഞ്ഞ് ഉറങ്ങാറുണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ. അപ്പൊ കുഞ്ഞിക്ക് ഇതേ ഇപ്പൊ ഫുഡ് അവള് കൊടുത്തോണ്ടിരിക്കണം വണ്ടിയില്. ഇനിയുള്ള വിശേഷങ്ങള് ഞങ്ങള് യാത്രയില് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം. ഓക്കെ അല്ലേ മമ്മീനെ ഞങ്ങള് പെട്രോൾ അടിക്കാൻ നിർത്തിയേക്കാന്ന് പറഞ്ഞേ. നമ്മുടെ നാട്ടില് പിള്ളേര് സൈക്കിള് ചവിട്ടി നടക്കുന്നു. ഇവിടെ അതാ അപ്പുറത്ത് പമ്പ് വേണ്ട, അപ്പുറത്ത് പമ്പ് അതിലാണ് നമ്മ വന്ന് വണ്ടി കേടായിട്ട് വന്ന് ഇരുന്നില്ലേ, അതാ പമ്പില്ല ലെഫ്റ്റ് സൈഡില്. ഈ യാത്രേനെ പറ്റി കുഞ്ഞി എന്ത് പറയുന്നു? ഒന്നും പറയുന്നില്ലേ? എന്താ പറയാത്ത? കുട്ടി പറയൂ. കുട്ടി ഹാപ്പി ആണോ? കുട്ടി ആണോ? അല്ലേ? ആണാണ്, കുട്ടി ഹാപ്പിയാണ്. എത്ര ദൂരം ഉണ്ടപ്പാ? 90 കിലോമീറ്റർ, ഏകദേശം ഒരു 1 അവറിന്റെ അടുത്ത്. 1 അവറില്ല, നമ്മൾ. പക്ഷെ ഈ റോഡൊക്കെ കാണാണ്ടല്ലോ, നല്ല രസമാണ്. ഞാൻ കാണിച്ചു തരാം. പിന്നെ അങ്ങനെ അതിഥികളൊന്നുമില്ല, ബിൽഡിങ്ങുകളും കാര്യങ്ങളൊന്നുമില്ല. പ്ലെയിൻ റോഡാണ്. അങ്ങനെ കത്തിച്ചു മിനിക്ക് അങ്ങോട്ട് പോവാ. അതെ, കത്തിച്ച് മിനിച്ച് പോവാ. സേഫ് ആയിട്ട് പോവാ. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ പറഞ്ഞോ സ്ട്രെയിറ്റ് റോഡാണ്. വേറെ ഇതികളൊന്നുമില്ല. തിരക്ക് കുറവായതുകൊണ്ട് ഇങ്ങനെ കാല് കൊടുത്ത് ഇങ്ങോട്ട് പറപ്പിക്കും. അപ്പൊ നമ്മളും അങ്ങനെ പറപ്പിക്കുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ സേഫ് ആയിട്ട് ഓടിക്കുക. പിന്നെ കംപ്ലീറ്റ് ക്യാമറകളാണ്. അപ്പൊ ഫൈൻ അടിക്കാതെയും ഫൈൻ കിട്ടാതെയും നോക്കാം. ഞാൻ കുഞ്ഞിനെ മുന്നിൽ ഇരുത്തിയിട്ടുണ്ട്. ബ്രിഡ്ജ് അല്ല, കനാൽ പോലെ കെട്ടിയിട്ടുണ്ട്. പക്ഷെ വെള്ളമൊന്നുമില്ല. വെള്ളമില്ലാത്ത കനാൽ വറ്റിപ്പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ചേട്ടന്റെ കൂട്ടുകാര് പുറകെ ഉണ്ട് കേട്ടാ. സേഫ്റ്റി അല്ല കേട്ടാ, അവരും അവിടേക്ക് തന്നെ ഉള്ളതാണ്. അപ്പൊ
അപ്പൊ നാഷണൽ ഡേയുടെ ഹോളിഡേ അല്ലേ, അപ്പൊ അങ്ങോട്ടേക്ക് വെച്ചടിക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ അങ്ങനെ പെട്രോൾ പമ്പിൽ ഒന്ന് നിർത്താൻ പോവാ, ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട്. റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങള് പെട്രോൾ പമ്പിലൊന്ന് നിർത്തിയാണ്ടാ, കാരണം കുറെ നേരമായി ഡ്രൈവ് ചെയ്യണം. അപ്പൊ ഒന്ന് റിലാക്സ് ചെയ്യാന്ന് വെച്ചിട്ട് നിർത്തിയ. അപ്പൊ ഇവിടെ ഇപ്പൊ ഏകദേശം സമയം 5:45 ആയിട്ടുള്ളൂ. പക്ഷെ ഇരുട്ടായി. പക്ഷെ നല്ല രസമുണ്ട് ആകാശമൊക്കെ കാണാൻ, നല്ല ഭംഗിയും. ലിഡിയും മോനെ ഇറങ്ങിയില്ല കേട്ടാ, കുഞ്ഞി ജോക്കുട്ട ഇറങ്ങി. നല്ല കാറ്റും ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ കുഞ്ഞിനും കൊണ്ട് ഇറങ്ങിയില്ല അവള് വണ്ടിയിൽ തന്നെ ഇരിക്കുക. അപ്പൊ ഞാനിങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് ഒന്ന് നടന്ന് ഒന്ന് ഉഷാറായിട്ട് പോവാന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാ. നല്ല അടിപൊളി വ്യൂസ് ആണ് കേട്ടോ. ആകാശമൊക്കെ കാണാൻ എന്ത് ഭംഗിയാ. അങ്ങനെ ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 60 കിലോമീറ്റർ കൂടി ഉള്ളൂ കേട്ടോ ഈ നമ്മളുടെ സ്ഥലത്തേക്ക്, നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക്. ഇപ്പൊ ഞങ്ങൾ ഏകദേശം 3 മണിക്ക് ഇറങ്ങിയതാ, ഇപ്പൊ 6 മണിയായി. 3 മണിക്കൂറോളം ഡ്രൈവ് ചെയ്തു. ഇനി അതേപോലെ ഇനി ബാക്കി ഒരു 3/4 മണിക്കൂറും കൂടി ഡ്രൈവ് ഉണ്ടാവും. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് വേറെ 3-4 പേരും കൂടി വരുന്നുണ്ട്. അപ്പോൾ അവർ ഓൾറെഡി ഞങ്ങളുടെ ബാക്കിലാണ്, എത്തിയിട്ടില്ല. ഞാൻ വിളിച്ചപ്പോൾ അവർ കുറേ ബാക്കിലാണ്. അപ്പോൾ അവർ ഒരു അരമണിക്കൂർ കൂടെ കഴിഞ്ഞ് ഇവിടെ എത്തായിരിക്കും. ഇപ്പോൾ നല്ല ബൈക്കുകൾ ഇരിക്കണം കേട്ടോ ഇവിടെ. അതായത് ഹോണ്ടയുടെ ആണ്. നല്ല അടിപൊളി ബൈക്കുകളാണ് കേട്ടോ. ഒക്കെ നല്ല കാശ് കൂടിയ സാധനങ്ങളാണ്, ഇടിവെട്ട് സാധനങ്ങൾ. ഹോണ്ടയുടെ ആണ് കൂടുതൽ. പക്ഷെ പിന്നെ BM ഉണ്ട്. ഇത് BM-ന്റെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഹോണ്ട, ഇത് സുസൂക്കി ആണെന്ന് തോന്നുന്നു. ഇത് സുസൂക്കി, അത് വീണ്ടും ഒരു ഹോണ്ട, അങ്ങനെ. മല കണ്ട നീ? മല ഇത് മൊത്തം മലയാണ്. മലയുടെ നടുക്കിയോടെ വഴി കെട്ടിയിട്ടേ അതിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണ. കുഞ്ഞാ എന്തിട്ട് എടുക്കണേ? നീ കാണണ്ടോ? ഫ്രണ്ടിലെ കാഴ്ചകൾ കാണണ്ടോ? ആ ഫ്രണ്ടില് കാഴ്ചകളുണ്ട് നന്നായിട്ട്. ഫൈനലി നമ്മള് ഫുജേറ സിറ്റി അല്ലേ ഇത്? ഫുജേറ സിറ്റി ആണെന്ന് തോന്നുന്നുട്ടാ, എനിക്കറിയില്ല. സിറ്റിയാണ്. നോവോട്ടൽ ഹോട്ടലൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ അവിടെ അബുദാബിയിലുള്ള ഹോട്ടൽ തന്നെ. നെസ്റ്റ് ഉണ്ട്. സംഭവങ്ങളുണ്ടാ ഇവിടെ. മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു ഫുള്ള് ഹോട്ടലാന്ന് തോന്നുന്നുട്ടാ. നോവോട്ടൽ ഹോട്ടൽ കണ്ടായിരുന്നു. ഇപ്പൊ ഇതേ നൂർ അർജാൻ ബൈറുട്ടാന. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മുടെ ജോക്കൂട്ടൻ പല്ല് പറിച്ചു. പല്ല് പറിക്കാൻ എനിക്കായാലും ചേട്ടനായാലും പേടിയല്ല, പക്ഷെ എന്തോ എനിക്ക് പല്ല് പറിക്കണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇതാണ്. ജോക്കൂട്ടൻ ആദ്യത്തെ 1-2 ഞാനും ചേട്ടനും പിന്നെ അമ്മാമ്മമാരൊക്കെ ആയിട്ട് പറിച്ചത്. ഈ ബാക്കിയെല്ലാം പല്ല് ഇതാ ഇവൻ തന്നെ ഒറ്റയ്ക്ക് പറിച്ചേട്ടാ. അതിന് മിടുക്കനാണ് എന്റെ മോന്. അങ്ങനെ ഞങ്ങൾ കുമാരേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടാ. കുമാരേട്ടനും ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഗ്രില്ല് ചുടാനായിട്ടുള്ള സംഭവങ്ങൾ മേടിക്കാൻ പോയതാണ്. ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ കയറി. കുഞ്ഞിക്കും റെസ്റ്റ് വേണമല്ലോ, കുറേ ആയില്ലേ പാവം വണ്ടിയിൽ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് ടയേർഡാവുന്നു. അപ്പോൾ അവനും കുറച്ച് റെസ്റ്റ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ വീട്ടിലിരുന്നു. ഇതാണ് കേട്ടോ സൗമ്യയുടെ മോൻ നമ്മുടെ ആദൂട്ടൻ. പിന്നെ അവിടെ ഒരു ചേച്ചിയും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇവരുടെ വീട് ഇരിക്കണമെന്ന് പറയുന്നത് ശരിക്കും ഒരു കടലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഇവർക്ക് എന്താ പറയുക, സൺറൈസ് സൺസെറ്റ് ഒക്കെ കണ്ടുകൊണ്ട് കിടക്കാം. ഇതാട്ടോ സമയം വർക്ക് ചെയ്യണ ഹോസ്പിറ്റൽ. ക്ലിയർ അല്ല എന്നുള്ളൂ, പക്ഷേ ഇതാണ് ഹോസ്പിറ്റൽ. എന്താ പറയുക, ബീച്ച്
തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ടും ഫുള്ള് വൈബാട്ടോ. അത് ആ കാണുന്നതാണ് ബീച്ച്. ഇപ്പം നമ്മൾ ഗ്രില്ല് ചൂടാൻ പോണതും ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ്, അതായത് കൽബ ബീച്ച് എന്ന് പറയും ആ ഏരിയനെ. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതും അവിടെയാണ്. പിന്നെ കുഞ്ഞി അവിടെ സൈലോഫോൺ കണ്ടു കേട്ടോ. കുഞ്ഞിക്കാണെന്നുണ്ടെങ്കിൽ സൈലോഫോൺ ഭയങ്കര ഇഷ്ടമായി. കുഞ്ഞി അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്, ജോക്കുട്ടനെ അവിടെ വായിക്കുന്നത് ഇപ്പോൾ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. ഫുള്ള് ലൈറ്റ്നിങ് ആട്ടോ, ഒരു രക്ഷയില്ല. നാഷണൽ ഡേ ആയതുകൊണ്ട് ഫുള്ള് ലൈറ്റാണ്. ഇത് ഏതാ ഇത് ബിൽഡിംഗ് ആണോ മോസ്ക് ആണെന്നോ ഒന്നും എനിക്ക് മനസ്സിലാവണില്ല. സംഭവം കൊള്ളാം. അങ്ങനെ ഞങ്ങൾ ഫൈനലി എത്തി കേട്ടോ. കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, ലീവല്ലേ, അപ്പോൾ ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് കുറേ പേരുണ്ടായിരുന്നു, കുറേ വണ്ടികളും. പിന്നെ ഈ ബിൽഡിംഗ് കണ്ടോ, ഈ ബിൽഡിങ്ങും ഒക്കെ ഒരേപോലെ ആയിരിക്കണം കേട്ടോ. ഇതും കാണാനായിട്ട് ഒരു രസം തന്നെയായിരുന്നു. ഈ സ്ഥലത്തിൻ്റെ പേര് കൽബ ബീച്ചാണ്. പക്ഷേ ഈ ബിൽഡിംഗ് ഒക്കെ ഏതാണെന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ സംഭവം എന്തായാലും കൊള്ളാം. അങ്ങനെ ഞങ്ങൾ എത്തി. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഗ്രില്ല് ചൂടാനുള്ള സംഭവങ്ങളൊക്കെ പുറത്തെടുത്തുകൊണ്ടിരിക്കുക. ആ നേരം കൊണ്ട് ഞാൻ കിട്ടുന്ന വീഡിയോസ് മുഴുവൻ ഞാൻ പകർത്താമെന്ന് വിചാരിച്ചു. കുഞ്ഞി നോക്കുന്നുണ്ടോ, പാവം, തണുപ്പുണ്ട് ചെറുതായിട്ടുള്ളൂ, എന്നാലും കുഴപ്പമില്ല. ഈ കാണുന്ന കേട്ടോ നമ്മുടെ സന്ദീപ് ഏട്ടൻ, തൊപ്പി വെച്ചിരിക്കുന്ന ആളാണ് കുമാരേട്ടൻ, പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആളാണ് ശിവേട്ടൻ, പിന്നെ കണ്ണനുണ്ട് കേട്ടോ അപ്പുറത്ത്. എല്ലാവരും നല്ല ജോളിയാണ്, ഒരു കുഴപ്പമില്ല, നമുക്ക് ഫ്രണ്ട്ലി ആണ് എല്ലാവരും. അത് ഗസ്റ്റ് റൂം ഉണ്ടാക്കലാടാ ശ്രീകുമാര്, ശ്രീകുമാര് നല്ലതൊക്കെ ഗസ്റ്റ് റൂം ഉണ്ടാക്കാം. ഞങ്ങളൊന്ന് രക്ഷപ്പെടട്ടാ. അതെ, ഞങ്ങൾ ഞാൻ എടുക്കും. ആ ഓക്കെ ഓക്കെ. ഇതൊക്കെ ഇരുന്ന അതിൻ്റെ ഉള്ളിലുണ്ട്, ഇതൊക്കെ എടുത്ത വേറെ കവറുണ്ടോന്നിട്ട്. വൈകുന്നേരത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം വണ്ടിയിൽ തന്നെയാട്ടോ റെസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ പോയത്. എനിക്ക് തോന്നുന്നത് 12:30 ആയിട്ട് കാണണം. അങ്ങനെ മോർണിംഗ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു സൺറൈസൊക്കെ കണ്ടുകൊണ്ട് എണീക്കാലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഭാഗ്യക്കേടായിപ്പോയി.
സൺറൈസ് ഒന്നും കണ്ടില്ല, ഞങ്ങളുടെ റൂമിൽ ഇത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ബീച്ചിലേക്ക് പോകാനുള്ള പ്ലാൻ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാൽക്കണിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ കാണാം കേട്ടോ, നമുക്കിതിങ്ങനെ ബീച്ച് കാണാം. പക്ഷെ നമ്മൾ അടുത്ത് പോയി നിന്ന് കാണുന്നതല്ലേ അതിൻ്റെ ഒരു ബ്യൂട്ടി. അങ്ങനെ ഞങ്ങൾ പോവാൻ റെഡി ആവാട്ടോ. അങ്ങ് ദൂരെ കാണുന്നതൊക്കെ ഷിപ്പാട്ടാ, കുറേ ഷിപ്പും കാര്യങ്ങളും കിടപ്പുണ്ട് അവിടെ. കാലത്തേ തന്നെ ആളുകൾ അവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു സൺറൈസ് കാണാനായിട്ട്. ദാ അവിടെ ഒരു ബോട്ടും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. കാലത്തേ തന്നെ തുടങ്ങിയിട്ട് ആൾക്കാർ എൻജോയ് ചെയ്യാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ബീച്ച് കാണാനായിട്ട്. ഈ വിളക്ക് കണ്ടു. ഈ വിളക്കിന് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു റീല് കണ്ടപ്പോൾ അതിലെന്തോ ഈ വിളക്കിനെ പറ്റിയിട്ട് ഉണ്ടായിരുന്നു. സംഭവം എനിക്കറിയില്ല എന്താണെന്നുള്ളത്. അലാവുദ്ദീനും അത്ഭുത വിളക്ക് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും ഇതിന്റെ പിന്നിൽ ഒരു കഥ. ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ശാന്തമായി ഇരിക്കാനായിട്ട് ഒരു പ്രത്യേക സുഖം തന്നെയല്ലേ. ഞങ്ങളത് കഴിഞ്ഞിട്ട് ഫിഷ് മാർക്കറ്റിലേക്ക് പോകാൻ ഒരുങ്ങിയിട്ട് അപ്പോഴത്തേക്കും കുഞ്ഞിക്കൊക്കെ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ചേട്ടൻ അവൻ ഉറക്കാൻ നോക്കുന്നുണ്ട്. ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ് ഒരിത്തിരി ചെറുതാട്ടോ. നമ്മുടെ അബുദാബിയിൽ മീനയിൽ ഉള്ള ഒരു ഫിഷ് മാർക്കറ്റിൻ്റെ അത്രയും വലിപ്പമൊന്നും ഈ ഫിഷ് മാർക്കറ്റിനില്ല. എന്ന് കരുതി ഞാൻ ഫുജേറേനെ കുറ്റം പറയുന്നതല്ല കേട്ടോ. ചില ആൾക്കാർ വിചാരിക്കും ഞാൻ ഫുജേറേനെ കുറ്റം പറയുന്നത്. അല്ല, ഞാൻ കമ്പാരിസൺ പറഞ്ഞതാണ്. ഞങ്ങൾ അങ്ങനെ വാങ്ങിയത് ചെമ്മീനും മത്തിയാട്ടോ നമ്മൾ വാങ്ങിയത്. ചെമ്മീൻ കറി വെക്കാനും മത്തി വറുത്ത് കഴിക്കാനും. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ ചെമ്മീനായാലും അതെ മത്തി ആയാലും അതെ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കുഞ്ഞിയുടെ ഉറക്കം ആ ഒരു നേരം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആളൊന്ന് ഫ്രഷായി ഉഷാറായി ചേട്ടൻ്റെ കൂടെ കളിയാണ് ആക്ഷൻ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞിക്ക് സൈലോഫോൺ ഭയങ്കര ഇഷ്ടമായിരുന്നു. കുഞ്ഞി അതിലൊക്കെ ഇങ്ങനെ പാട്ടിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നൈറ്റ് അംബ്രേല ബീച്ചിലേക്ക് ഒന്ന് പോകാനുള്ള പ്ലാൻ ആട്ടോ ഞങ്ങളുടെ. അപ്പോൾ ഞങ്ങളിത് അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, ഫുള്ള് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അവിടുത്തെ സ്ഥലം ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ആ ലൈറ്റും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് എന്തൊക്കെയോ ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു അവിടെ എത്തിയപ്പോൾ. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. ഇതാണ് കേട്ടോ അതിൻ്റെ എൻട്രി പോയിന്റ്. ഇവിടെ നിന്നാണ്. ബീച്ചിലേക്ക് കുളിക്കാൻ എന്നുള്ള പ്ലാനിലാണ് വീട്ടിൽ നിന്ന് പോകുന്നത് ജോക്കുട്ടൻ. പക്ഷെ ജോക്കുട്ടന് ചുമയുണ്ടായിരുന്നു. പിന്നെ അതുമല്ല നല്ല തണുത്ത കാറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ബീച്ചിലേക്ക് എന്താ പറയുക അങ്ങനെ കുളിക്കാനൊന്നും വിട്ടൊന്നുമില്ല ആശാനെ. വെറുതെ അവിടെ വെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കാന്ന് മാത്രമല്ലാണ്ട് അങ്ങനെ ഫുള്ളി എൻജോയ് ചെയ്യാന്ന് പറഞ്ഞില്ല. കാരണം എന്തായാലും ഞങ്ങൾ നാട്ടിൽ പോകുന്നുണ്ട്. അപ്പൊ നാട്ടിൽ പോയിട്ട് ബീച്ചിൽ കുളിക്കാം എന്നൊക്കെ പറഞ്ഞു അവൻ്റെ അടുത്ത്. അപ്പൊ ആള് ഒന്ന് ഓക്കെയായി. ഞങ്ങളുടെ സുഹൃത്തായ ശ്രീകുമാറിന്റെ നല്ല അടിപൊളി
അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ സ്ഥലമാണ്. എല്ലാരും വരണുണ്ടോ. ഇന്നിപ്പോ നാഷണൽ ഡേയുടെ അവധി പ്രമാണിച്ചാന്ന് തോന്നുന്നു. ഭയങ്കര തിരക്കാണ്ടോ, ഒരു രക്ഷയില്ല. ഫ്രണ്ടിൽ ഞാൻ കൊടുത്തത് അവിടെയൊക്കെ നിറച്ച ആൾക്കാരാണ്, നിറച്ച് ലൈറ്റൊക്കെ ഇട്ടുണ്ട്. സൂപ്പറാണ്. വീട്ടില് സ്വന്തം ഹോസ്പിറ്റലാണ്, അവളാണ് അത് ഓപ്പൺ ചെയ്തത്. അതാണ് ഹോസ്പിറ്റല്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സൗമ്യയുടെ ഹോസ്പിറ്റൽ, അത് ക്ലിയർ ആവണ്ടായില്ലാന്ന്. അതാണ് ഹോസ്പിറ്റൽ. പിന്നെ എന്താ അംബ്രേല ഒക്കെ ഉണ്ട്. അംബ്രേല ബീച്ച് ആണല്ലോ, അപ്പോൾ ഓഫ് കോഴ്സ് അംബ്രേല കാണുമല്ലോ. ഷൂ നനയ്ക്കരുത്, ഷൂ നനയ്ക്കരുത്. ബീച്ചിലത്തെ കുളിയൊക്കെ മതിയാക്കിയതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. അവിടെ തന്നെ കുറേ ഫോട്ടോ എടുക്കണ ഒരു, അതായത് നമ്മൾ ഫോട്ടോ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, സമയപരിധി കാരണം ഞങ്ങൾ പോയില്ല. പിന്നെ ഇവിടെ വാട്ടർ ഫൗണ്ടെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജോക്കൂട്ടനെ ബീച്ചിൽ മീൻസ് അവിടെ കളിച്ചതിന് ശേഷം വീണ്ടും ഈ വെള്ളത്തിൽ കുളിക്കണം എന്നായിരുന്നു. കുളിക്കല്ല, കളിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. അമ്മ ഞാൻ പോട്ടെ, ഞാൻ പറഞ്ഞു വേണ്ട. പിന്നെ ഞങ്ങൾ മുന്നോട്ട് ഞാൻ നടന്നുകൊണ്ടിരുന്നു. മുന്നിലോട്ട് കുറേ നടക്കാനും കുറേ പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇത് ആട്ടോ ഇവിടുത്തെ ഒരു അട്രാക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത്. പിള്ളേർക്കൊക്കെ ഭയങ്കര രസമാട്ടോ ഇത്. അതായത് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ കളറ് ചേഞ്ച് ആവുന്ന ഒരു ഇതാണ് ഇത്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട്, പക്ഷെ പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണിത്. അതായത് ഇങ്ങനെ കളർ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ കളർ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ലാസ്റ്റ് ലൈറ്റ്നിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ തിരിച്ച് അബുദാബിയിലോട്ട് വരാമെന്നുള്ള ഒരു പ്ലാൻ എടുത്തു. കാരണം അത്രയും ടയേർഡായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ.
പിന്നെ അതുമല്ല കുഞ്ഞി ഉണ്ടായിരുന്നു. കുഞ്ഞിനെ അത്രയും അധിക നേരം നമ്മളിങ്ങനെ പുറത്തു കൊണ്ട് കിടക്കുന്നത് നല്ലതല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരോടും ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അധികം സമയമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ നേരത്തെ ഇറങ്ങിയായിരുന്നു. കാരണം അറിയാലോ, ഇപ്പോൾ ഒരു 3 to 4 hours ട്രാവൽ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയത് തന്നെ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി അവിടുന്ന് പിന്നെ തിരിച്ച് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 12 മണി ആയിട്ടുണ്ടായിരുന്നു. 12 മണിയായി. പിന്നെ വീട്ടിൽ വന്ന് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം 1 മണിയായി പിന്നെ കിടന്നപ്പോൾ. അങ്ങനെ നമ്മുടെ നാഷണൽ ഡേ ഹോളിഡേ നല്ല ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾ എൻജോയ് ചെയ്തു. പിന്നെ എന്താ പറയുക, ഇനിയും ഇങ്ങനെ വെക്കേഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എൻജോയ് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.